ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം ഒരു പെട്രോൾ സ്കൂട്ടറിന്റെ വിലയ്ക്ക് ഒരു ഇലക്ട്രിക് വാഹനം കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരുപാട് നാളത്തുള്ള ആഗ്രഹം. അതെന്തായാലും ബജാജ് ചേതക്ക് നടത്തി തന്നിരിക്കുകയാണ്. കാരണം ഏതൊരു പെട്രോൾ സ്കൂട്ടറിൻ്റെ ഇപ്പോൾ ഒരു പുതിയ ആക്റ്റീവ് വാങ്ങിക്കണമെങ്കിലോ ഒരു പുതിയ ജുപ്പിറ്റർ വാങ്ങിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫസീനോ എടുക്കണമെങ്കിലോ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 1,15,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ ഒരു ബജാജ് ചേതക് EV നമുക്കിപ്പോൾ ലഭിക്കും. അത് ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ എന്ന വേരിയൻ്റാണ്. അധികം ഫീച്ചേഴ്സ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലോ റേഞ്ചിൻ്റെ കാര്യത്തിലോ കാര്യമായിട്ടുള്ള ഒരു മാറ്റവും കമ്പനി വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ ചാർജ് 100 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുന്ന, റൈഡർക്കായാലും പില്ലിയനായാലും ഒരേപോലെ കംഫർട്ട് ലഭിക്കുന്ന ഒരു കിടിലം EV ആണ് ബജാജ് ചേതക് EV. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസേന ഒരു 100 തൊട്ട് 150 രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുന്നവരാണ് നിങ്ങൾ. ഒരു 50 തൊട്ട് 100 കിലോമീറ്റർ വരെയൊക്കെ നിങ്ങളുടെ പെട്രോൾ സ്കൂട്ടർ കൊണ്ട് നിങ്ങൾ ഡെയിലി റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂൽ എക്സ്പെൻസും നിങ്ങളുടെ EMI അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും എല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ല നഷ്ടമായിരിക്കും. പക്ഷേ നിങ്ങൾ അതേസമയത്ത് ഒരു EV ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പമ്പിൽ കൊടുക്കുന്ന കാശ് ബാങ്കിൽ കൊടുത്താൽ ഇതുപോലൊരു വാഹനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഇവൻ്റെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. പക്കാ സ്മൂത്താണ്, പക്കാ റിഫൈൻഡ് ആണ്. റൈഡർക്കായാലും പില്ലിയനായാലും ഒരേപോലെ കംഫർട്ട് ലഭിക്കുന്ന ഒരു വാഹനമാണ് ബജാജ് ചേതക് EV. ഇതിനു മുമ്പേ നമ്മൾ ബജാജ് ചേതക് EVയുടെ അർബാനിയ എന്ന മോഡൽ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് വേരിയൻറ്റ്. അത് 1,33,000 രൂപ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കതൊരു വാല്യൂ ഫോർ മണി പ്രപ്പോർഷനായിട്ട് തോന്നുകയും ചെയ്ത് നമ്മുടെ ഒരു റിലേറ്റീവ് കൊണ്ട് ഞാൻ വാഹനം എടുപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വാഹനമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലായപ്പോൾ ഇത് ഒന്നുകൂടി എക്കണോമിക്കലായി, ഒന്നുകൂടി വാല്യൂ ഫോർ മണി ആയെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ഓല എടുക്കണോ, ഏതർ എടുക്കണോ, ചേതക് എടുക്കണോ, അതോ TVS iQube എടുക്കണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ കാറ്റഗറി വരുന്ന ഏത് വാഹനം എടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന ഈ വാഹനമായിരിക്കും. കാരണം വളരെ കുറഞ്ഞ മുടക്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ മുതൽ ഉരി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. പിന്നെ കാര്യമായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഒരു ബജാജിൻ്റെ ആ ഒരു ക്വാളിറ്റി, നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇതല്ലാതെ വേറൊരു വാഹനം നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത്രയും ക്വാളിറ്റി ഉള്ള. ആ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഡിസൈൻ വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു റെട്രോ ക്ലാസിക് രൂപമുള്ളൊരു മോഡലാണ് ബജാജ് ചേതക്. ഇപ്പോൾ നമുക്ക് ആ ഒരു റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റും അതും ആ ഒരു പഴയ വാഹനത്തിന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഫുൾ LED സെറ്റപ്പാണ്. പിന്നെ പഴയ ചേതക്കിന് ഇൻസ്പയർഡ് ആയിട്ട് ആ ഒരു ഇവിടെ ഒരു ഗ്രില്ല് പോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ചേതക് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേരിയൻ്റ് ആയിട്ട് കൂടി ഡിസ്ക് ബ്രേക്കൊക്കെ കമ്പനി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അലോയ് വീൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസൈൻ വൈസ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു ബേസ് മോഡലാണെന്നുള്ള കാര്യമൊന്നും മനസ്സിലാകത്തേ ഇല്ല. പിന്നെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഒരു ഹുക്കുണ്ട്. പിന്നെ കീലെസ് എൻട്രി ഒഴിവാക്കിയിട്ടുണ്ട്. ഫിസിക്കൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഒരു ഫിസിക്കൽ കീ തന്നെയാണ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആണെങ്കിൽ തോന്നിയ ഒരു കളേർഡ് ഡിസ്പ്ലേ ആണ്. അതൊരു തരത്തിൽ നമുക്കൊരു ബ്രൈറ്റ്നസ്സോ അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവച്ച് ഒന്നും കാണാൻ പറ്റില്ല. അത് ഇങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അതാണ് ആകെയുള്ളൊരു പ്രശ്നം. പിന്നെ സ്വിച്ച് ക്വാളിറ്റിയുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്വിച്ച് ക്വാളിറ്റിയാണ്. ഫോണൊക്കെ അത്യാവശ്യം ലൗഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്ററും ഒക്കെ LED തന്നെയാണ് വരുന്നത്. അതുമൊക്കെ കൊള്ളാം. പിന്നെ ആ ഫുഡ് ട്രസ്റ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ പറയുകയാണെങ്കിലും അതുമൊക്കെ ഹൈലൈറ്റ് ഉള്ള സംഭവമാണ്. അത് നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷിങ് ക്വാളിറ്റിയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റായാലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള സീറ്റാണ്. പക്ഷേ അർബാനിയ പ്രീമിയം മോഡൽസിൽ ഇവിടെ ഒരു ഹുക്ക് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതിന് അതൊന്നും കമ്പനി കൊടുത്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലോട്ട് കണക്കുകയാണെങ്കിൽ ഹബ് മോട്ടറാണ് വരുന്നത്. അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് സ്വിംഗ് ആൻഡ് ഹബ് മോട്ടർ എന്ന് പറയുന്ന ടെക്നോളജിയാണ് വരുന്നത്. അതും വളരെ റിഫൈൻഡ് ആണ്. ഒരു തരത്തിലുള്ള ബെൽറ്റ് നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്കാ റിഫൈൻഡ് ആണ് എന്നാണ് പറയേണ്ടത്. ടയർ സൈസ് 12 ഇഞ്ച് ടയറാണ് വരുന്നത്. റിയർ ഡിസൈനിലോട്ട് വരുമ്പോൾ നമുക്ക് വേറൊരു പെട്രോൾ സ്കൂട്ടറുമായിട്ട് കാര്യമായ സാമ്യം തോന്നും. അത് വേറൊരു വാഹനമല്ലേ, യമഹ ഫസീനോ തന്നെയാണ്. ഫസീനോ നല്ല ഭംഗിയുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഡിസൈൻ കോപ്പി അടിച്ചുകൊണ്ട് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. നല്ല ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 90% മെറ്റൽ ബോഡിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബജാജ് ചേതക് EV. എനിക്ക് കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവും പറയാനില്ല. അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് ഒന്നും പറയാത്തതും. അല്ലാതെ നമ്മുടെ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മുടെ ഫ്രണ്ട് വാങ്ങിച്ച വാഹനമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എനിക്ക് കൊള്ളാം എന്ന് തോന്നി, നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം എടുക്കുന്ന ഒരു ചെറിയ ഷോർട്ട് റിവ്യൂ ആണ്. അത് മാത്രമല്ല നമ്മൾ കൂടുതലും കാറിൻ്റെ റിവ്യൂസാണ് ചെയ്യുന്നത്. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങളിലോട്ട് ഒരു കമ്പമുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എക്കണോമിക്കൽ ഡൈനാമിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു താല്പര്യമുള്ളതുകൊണ്ടുമാണ് നമ്മൾ EVs പൊതുവേ ചെയ്യാറുള്ളത്. നമ്മൾ 4 EVയും കൂടി നിരത്തി വെച്ചൊരു കില്ലാം വീഡിയോ ഇട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് 10-35,000 വ്യൂസ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അന്ന് ഒരുപാട് കമൻറ്റ് വന്നതാണ് ബജാജ് ചേതക് EV എടുക്കണോ അതോ TVS iQube എടുക്കണോ. അപ്പോൾ ഞാനൊന്ന് കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം രണ്ടും ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനമാണ്. അപ്പോൾ ഏതെടുക്കണം എന്നൊക്കെ ഒരു ഏത് പറഞ്ഞുതരാം, ഏത് സജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. കാരണം TVS iQubeൻ്റെ പ്രൈസ് അങ്ങ് കയറി അങ്ങ് പോയി. എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിംഗ് മോഡൽ തന്നെ 155, 145 ആ റേഞ്ചാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആ പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് എത്ര രൂപ ലാഭിക്കുക ഇത് 115 കൊണ്ടുകൂടെ എടുത്ത് കഴിഞ്ഞാൽ. പക്ഷേ രണ്ടിൻ്റെയും ക്വാളിറ്റിയൊക്കെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇനി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബജാജ് ചേതക് EV തന്നെ എടുക്കാം. പിന്നെ ഇതിൻ്റെ സർവീസ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ
റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് കിലോമീറ്ററൊക്കെ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മുടെ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന മിസ്റ്റർ നവീൻ രാജുവിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. ബജാജ് ചേതക് EV ഓടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം സ്വിച്ച് ഓൺ ചെയ്യുക, ദെൻ ബ്രേക്ക് പിടിച്ചിട്ട് ഡ്രൈവിലോട്ട് നിൽക്കുക. അപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും. ദെൻ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഹബ് മോട്ടറാണ്. ഇനിഷ്യൽ പിക്കപ്പ് വളരെ ലീനിയർ ആയിട്ടാണ് കമ്പനി ട്യൂൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ അത്യാവശ്യം ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ വാഹനം വലിച്ച് കയറുകയും ചെയ്തോളും. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെതായ ആ ഒരു ഇനിഷ്യൽ പിക്കപ്പോ അല്ലെങ്കിൽ പറന്നുകൊണ്ട് പോകുന്നൊരു ഫീലോ ഒന്നും നമുക്കില്ല. വളരെ ലീനിയർ ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമായിട്ടാണ് ബജാജ് ചേതക് EV എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈ മീറ്റർ കൺസോൾ മാത്രമേ എനിക്ക് പോരാനായിട്ട് തോന്നുന്നു. ഇപ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകണം, എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നുണ്ട്, എത്ര പെർസെൻറ്റേജ് ബാറ്ററി മിച്ചമുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു ശൂന്യതയാണ്. ഇതിവിടെ കൊടുത്ത കൊണ്ട് ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ റൈഡിങ് കംഫർട്ട്, വിമാനത്തിൻ്റെ ലുക്കും, ആ ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെതായ ലുക്കും എല്ലാം കൊണ്ടും നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇത്രയും പ്രോഫിറ്റ് അല്ലേ, നമ്മൾ വളരെ എക്കണോമിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ റണ്ണിങ് കോസ്റ്റ് ഒക്കെ വളരെ കുറവാണ്, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ നല്ല ബോഡി വെയിറ്റ് ഉള്ള വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓടിച്ച് നടക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ്. മിറേഴ്സും ഒക്കെ അത്യാവശ്യം വിസിബിലിറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിൽ ഓക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക് പാക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, എക്കോ മോഡ്, പിന്നെ വാഹനം റിവേഴ്സ് എടുക്കാനുള്ള ഫംഗ്ഷൻ, അങ്ങനെ കുറച്ചുകൂടി ആഡ് ഓൺ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. അത് കമ്പനിയിൽ എക്സ്ട്രാ പൈസ അടച്ച് നമുക്ക് എടുക്കാം. പക്ഷേ ആദ്യത്തെ 45 ദിവസം നിങ്ങൾക്ക് ഒരു ട്രയൽ റൺ എന്നുള്ള രീതിയിൽ അത് ഫ്രീ ആയിട്ട് ലഭിക്കും. അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സംഭവമാണ്. അങ്ങനെ മൊത്തത്തിൽ കൊള്ളാം. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു വാഹനം തികച്ചും വെർത്താണെന്നുള്ള കാര്യം വീണ്ടും എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പ്രൊമോട്ട് ചെയ്തത് ചേതക്കിൻ്റെ ഒഫീഷ്യൽസ് ആരെങ്കിലും കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കണം എന്നുള്ള കാര്യം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടരുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഓണർഷിപ്പ് യൂസർ എക്സ്പീരിയൻസ് റിവ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അത് തീർച്ചയായിട്ടും നമ്മളതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചേതക്കിൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്കെ, ബൈ.